Hello, sir. Come on. ഒരു മിനിറ്റ്, എന്തോ ഒരു ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾക്കെല്ലാം സാറ് പറയുന്നത് കേൾക്കുന്നുണ്ടോ? ആടാ കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ലല്ലോ. എനിക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. ഇപ്പം കേൾക്കുന്നുണ്ടോ? ഹലോ, ആ സിനാനെ കേൾക്കുന്നില്ലേ? പോയിട്ടുണ്ടോ അവിടെ? നീ നേരത്തെ പറഞ്ഞതിന്റെ ഫോൺ പോയിട്ടുണ്ടോ? ഫോൺ അടിച്ചു നിങ്ങളെല്ലാം ഹലോ കേൾക്കുന്നുണ്ടല്ലോ. സിനാനെ കേൾക്കുന്നില്ലേ? ഹലോ, നിങ്ങളെല്ലാരും കേൾക്കുന്നില്ലേ? ഓഡിബിൾ അല്ലേ? പിന്നെ സാറിന്റെ മൈക്ക് മാത്രം ഓഫ് ആക്കിയിട്ടുണ്ടാവും. ആ, ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്നലെ പറഞ്ഞുകൊണ്ടിരുന്നത് സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളിനെ പറ്റിയിട്ടാണ് അല്ലേ? സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളിൻ്റെ ഒരു ഫിഗറാണ് നിങ്ങളുടെ മുന്നിൽ കാണുന്നത് അല്ലേ? നമ്മൾ ടൂൾ നോമൻക്ലേച്ചറിലാണ് നിർത്തിയത് ഇന്നലെ. അപ്പം നിർത്തിയതിനെ തൊട്ട് മുന്നേ തുടങ്ങാം ഒന്നുകൂടി ഫ്രഷ് ആയിട്ട്. ഒരു സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളിനെ വളരെ സിമ്പിളായിട്ട് വരച്ച് വെച്ചൊരു ഫിഗറാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, അതിൽ ഈ ഷാങ്ക് എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തൊരു സ്ഥലം കാണുന്നില്ലേ? ഷാങ്ക് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്ത സ്ഥലമാണ് നമ്മുടെ ടൂള് ഫിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്ഥലം. ഓക്കെ, ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ളത്, അതായത് ആ ബേസ് ഫുൾ അടക്കമാണ് നമ്മൾ ഹോൾഡ് ചെയ്യില്ലേ ഒരു സാധനം, നമുക്കൊരു ടൂൾ തന്നാൽ ഹോൾഡ് ചെയ്യുന്ന സ്ഥലം ഉണ്ടാവില്ലേ, അതിനെയാണ് നമ്മൾ ഷാങ്ക് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദ മെയിൻ ബോഡി ഓഫ് ദ ടൂൾ, അങ്ങനെ വേണേൽ പറയാം ഷാങ്കിന്. ഓക്കെ, ഇനി ബേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അല്ലേ, നമ്മൾ നിലത്ത് വെക്കുന്ന ആ ഒരു പോർഷനാണ് നമ്മൾ ബേസ് എന്ന് പറയുന്നത്. അത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആക്ച്വലി എന്താണ് ഫ്ലാങ്ക്, എന്താണ് ഫേസ്? നിങ്ങൾക്ക് രണ്ട് ഫ്ലാങ്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ പിക്ചറിൽ? മേജർ ഫ്ലാങ്ക് ആൻഡ് മൈനർ ഫ്ലാങ്ക്, രണ്ടെണ്ണം കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, രണ്ടെണ്ണം കാണാൻ പറ്റുന്നത്. അപ്പം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കട്ടിങ് എഡ്ജിനെ എഡ്ജസൻ്റ് ആയിട്ടുള്ള സർഫേസിനെയാണ് നമ്മൾ ഫ്ലാങ്ക് എന്ന് വിളിക്കുന്നത്. കട്ടിങ് എഡ്ജിന് എഡ്ജസൻ്റ് ആയിട്ടുള്ള ഒരു സർഫേസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫ്ലാങ്ക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകും, കട്ടിങ് എഡ്ജ് രണ്ടെണ്ണം ഉണ്ടല്ലോ. ശരിയാ, കട്ടിങ് എഡ്ജ് രണ്ടെണ്ണം ഉണ്ട്. എൻഡ് കട്ടിങ് എഡ്ജും ഉണ്ട്, സൈഡ് കട്ടിങ് എഡ്ജും ഉണ്ട്. അതുകൊണ്ടാണ് ഒന്നിനെ നമ്മൾ മേജർ ഫ്ലാങ്ക് എന്ന് വിളിക്കുന്നത്, ഒന്നിനെ നമ്മൾ മൈനർ ഫ്ലാങ്ക് എന്ന് വിളിക്കുന്നത്. അതായത് സൈഡ് കട്ടിങ് എഡ്ജിന് എഡ്ജസൻ്റ് ആയിട്ട് തൊട്ട് താഴെ വരുന്ന ആ ഒരു പോർഷനെ നമ്മൾ മേജർ ഫ്ലാങ്ക് എന്ന് വിളിക്കും. എൻഡ് കട്ടിങ് എഡ്ജിന് താഴെയായിട്ട് വരുന്ന ആ ഒരു ചെറിയ പോർഷനെ നമ്മൾ എന്ത് വിളിക്കും? മൈനർ ഫ്ലാങ്ക് എന്ന് വിളിക്കും. ഇത്രയും ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഫേസിലോട്ട് പോകും. ഫേസ് എന്ന് പറഞ്ഞ പോർഷൻ എന്താണ്? ദ സർഫേസ് ഓൺ വിച്ച് ചിപ്പ് സ്ലൈഡ്സ് എന്ന് നമുക്ക് വേണേൽ ചുരുക്കി പറയാം. അതായത് നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഏത് വഴിയാണോ ചിപ്പ് ഫ്ലോ ചെയ്ത് പോകുന്നത് അല്ലെങ്കിൽ ചിപ്പ് സ്ലൈഡ് ചെയ്ത് പോകുന്നത്, ആ സർഫേസിനെയാണ് നമ്മൾ ഫേസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ സാധാരണ ഒരു നോസ് ഉണ്ട്, ഇത് മേജർ ഫ്ലാങ്കിൻ്റെ താഴെയായിട്ട് വരുന്ന പോർഷനെ നമ്മൾ ഹീൽ എന്ന് വിളിക്കും. ഇത് വളരെ ബേസാണ്. ഇപ്പം ഈ പറഞ്ഞതിനൊക്കെ ഒരു എക്സ്ട്രാ പേര് കൂടിയുണ്ട്, അതായത് ഈ എൻഡ് കട്ടിങ് എഡ്ജ്, സൈഡ് കട്ടിങ് എഡ്ജ് ഒക്കെ പറഞ്ഞിട്ട്. അപ്പം നമുക്ക് അതിൽ ഡീറ്റെയിൽസിലോട്ട് പോവാം. നിങ്ങൾക്ക് അടുത്ത ഇപ്പോൾ ഞാൻ ഈ പ്രസൻറ്റ് ചെയ്ത ഇപ്പോൾ ഉള്ള ഒരു സ്ലൈഡിൽ നിങ്ങൾക്ക് രണ്ട് ഫിഗർ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? എല്ലാം സിംഗിൾ പോയിന്റ് കട്ടിങ് ടൂളിൻ്റെ തന്നെ. ആർക്ക്? ഹലോ, സിനാന് കയറാൻ പറ്റുന്നില്ലെന്നോ? എനിക്ക് നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ലല്ലോ. ഞാൻ സ്റ്റാഫ് അഡ്വൈസറിലാണല്ലോ. എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. നോട്ടിഫിക്കേഷൻ വരുമായിരിക്കും, നോക്കാം നമുക്ക്. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, നോട്ടിഫിക്കേഷൻ വന്നാൽ നമുക്ക് കയറാം, സിനാനെ കയറ്റാം. ഓക്കെ, ഹലോ
ആ ആ ഓക്കെ ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ കാണുന്ന രണ്ട് ഫിഗർ ഇല്ലേ, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ആയിട്ട് കാണുന്ന ഫിഗർ രണ്ടും നേരത്തെ കണ്ട അതേ ഫിഗർ തന്നെയാണ് അല്ലേ? ഒരു ഏകദേശം കാണാൻ ഒരു ഏകദേശം സെയിം ഫിഗറാണ്. അപ്പം ഞാൻ നേരത്തെ മാർക്ക് ചെയ്തതിൽ കുറേയൊക്കെ നമ്മളെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ലെഫ്റ്റ് സൈഡിൽ മാർക്ക് ചെയ്ത കുറേ ഇപ്പം കാണുന്ന ഫിഗേഴ്സിൽ കുറേയൊക്കെ ആംഗിൾസ് ആണ് അല്ലേ? റൈറ്റ് സൈഡിൽ വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം റൈറ്റ് സൈഡ് ഫിഗറിലോട്ട് പോവാം. റൈറ്റ് സൈഡ് ഫിഗറിൽ മേലെ റേക്ക് സർഫേസ് എന്ന് എഴുതിയുണ്ടോ? അതെന്താണ് ശരിക്കും പറഞ്ഞാൽ റേക്ക് സർഫേസ് എന്ന് എഴുതിയിട്ടുള്ളത്? അതാണ് നമ്മുടെ ഫേസ് എന്ന് പറയുന്ന സംഭവം. ഓക്കെ, റേക്ക് സർഫേസ് ഫേസിനെ നമ്മൾ റേക്ക് സർഫേസ് എന്നും കൂടി പല സ്ഥലത്തും മെൻഷൻ ചെയ്യാറുണ്ട്. അതിനു വേണ്ടി മാത്രം ഇട്ടതാണ്. നിങ്ങൾ വേറെ ഏതെങ്കിലും ടെക്സ്റ്റോ എന്തെങ്കിലും റെഫർ ചെയ്യുമ്പം റേക്ക് സർഫേസ് എന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഇതെന്താ പഠിച്ചിട്ടില്ലല്ലോ എന്ന് വിചാരിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫിഗർ കൂടി ഉൾപ്പെടുത്തിയത്. ഓക്കെ, ഫേസിനെ നമ്മൾ റേക്ക് സർഫേസ് എന്ന് കൂടി വിളിക്കും. അതുപോലെ സിമിലർലി നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്, ഒരു എൻഡ് കട്ടിങ് എഡ്ജും ഉണ്ട്, ഒരു സൈഡ് കട്ടിങ് എഡ്ജും ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ? ഇനി എൻഡ് കട്ടിങ് എഡ്ജിന്, അതായത് മൈനർ ഫ്ലാങ്കിന്റെ മേലെ ഉള്ളത് എൻഡ് കട്ടിങ് എഡ്ജിനെ നമ്മൾ ഓക്സിലറി കട്ടിങ് എഡ്ജ് എന്ന് കൂടി വിളിക്കും. ഇവിടെ മാർക്ക് ചെയ്ത ഓക്സിലറി കട്ടിങ് എഡ്ജ് ആയിരുന്നു നേരത്തെ നിങ്ങളുടെ എൻഡ് കട്ടിങ് എഡ്ജ്. ഓക്കെ, ഓക്സിലറി കട്ടിങ് എഡ്ജ് എന്ന് കൂടി വിളിക്കും. അതുപോലെ സെയിം വേ സൈഡ് കട്ടിങ് എഡ്ജിനെ നമ്മൾ പ്രിൻസിപ്പൽ കട്ടിങ് എഡ്ജ് എന്ന് കൂടി വിളിക്കും. അതുകൊണ്ട് ഈ പ്രിൻസിപ്പൽ കട്ടിങ് എഡ്ജിന് താഴെ വരുന്ന ആ ഒരു ഭാഗത്തിന് നമ്മൾ നേരത്തെ വിളിച്ചത് മേജർ ഫ്ലാങ്ക് എന്നായിരുന്നു. ചില സ്ഥലത്ത് നിങ്ങളത് പ്രിൻസിപ്പൽ ഫ്ലാങ്ക് എന്ന് കാണാൻ പറ്റും. അതുപോലെ ഓക്സിലറി ഫ്ലാങ്ക്, അതായത് മൈനർ ഫ്ലാങ്ക്. ആ ഒരു കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ? കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? കൺഫ്യൂഷൻ ഓക്കെ. ശരി, ഇനി നമുക്ക് ആംഗിൾസിലോട്ട് പോവാം. ഈ ഒരു ടൂൾ ഇപ്പം നമ്മൾ 3Dയിലാണ് വെച്ചിരിക്കുന്നത് അല്ലേ? ഈ 3Dയിൽ വെച്ചിരിക്കുന്ന ടൂള് നമുക്ക് ടോപ്പ് വ്യൂവും സൈഡ് വ്യൂവും ഫ്രണ്ട് വ്യൂവും നോക്കണം. ആ സമയത്ത് മാത്രമേ നമുക്ക് ആംഗിളിന് കൃത്യമായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളൊരു പിക്ചർ വരക്കുകയാണെങ്കിൽ, അതായത് ഒരു 3D ഫിഗർ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യേണ്ട. നമ്മൾ 3 വ്യൂ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ആ വ്യൂസിലോട്ട് നമുക്ക് പോവാം. അതിനു മുമ്പേ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു 3D ഫിഗറിൽ ഞാൻ അത്യാവശ്യം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആംഗിൾസ് ഒക്കെ അല്ലേ? ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ദർ ആർ 6 ആംഗിൾസ് ആൻഡ് 1 നോസ്. ഒരു ടൂളിനെ, സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളിനെ റെപ്രസെന്റ് ചെയ്യുന്നത് 6 ആംഗിളിലൂടെയും ഒരു നോസ് എന്ന് പറഞ്ഞൊരു സാധനത്തിലൂടെയാണ് അല്ലേ? 6 ആംഗിളിനെ വീണ്ടും നമുക്ക് വേണമെങ്കിൽ ചുരുക്കാം, 3 ആംഗിളാക്കി മാറ്റാം. റേക്ക് ആംഗിൾ എന്ന് പറഞ്ഞ 2 ആംഗിൾ, കട്ടിംഗ് എഡ്ജ് ആംഗിൾ എന്ന് പറഞ്ഞ 2 ആംഗിൾ, റിലീഫ് ആംഗിൾ എന്ന് പറഞ്ഞ 2 ആംഗിൾ. ഇനി റിലീഫ് ആംഗിൾ 2 ആംഗിൾ ഏതൊക്കെയാ? ഒന്ന് സൈഡ് റിലീഫ് ആംഗിളും എൻഡ് റിലീഫ് ആംഗിളും. കട്ടിംഗ് എഡ്ജ് ആണെങ്കിൽ എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിളും സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിളും. റേക്ക് ആണെങ്കിൽ ബാക്ക് റേക്ക് ആംഗിളും സൈഡ് റേക്ക് ആംഗിളും. സോ നിങ്ങൾ ലെഫ്റ്റ് കാണുന്ന ഫിഗർ ശ്രദ്ധിക്കുക. ലെഫ്റ്റിൽ കാണുന്ന ഫിഗറിൽ നമ്മൾ ടോപ്പ് വ്യൂ എന്ന് നോക്കുന്നത് വിചാരിക്കുക. ടോപ്പ് വ്യൂ അറിയാലോ? ടോപ്പ് വ്യൂ നോക്കുന്നത് വിചാരിക്കുക. ഏതൊക്കെ ആംഗിൾസ് ആയിരിക്കും നമ്മൾക്ക് കാണാൻ പറ്റുക? ടോപ്പ് വ്യൂ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ആംഗിൾസ് കാണാൻ പറ്റും? വൺ ഈസ് എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ കാണാൻ പറ്റും. അതുപോലെ നമുക്ക് വേറെ എന്ത് കാണാൻ പറ്റും? ബാക്ക് റേക്ക് കാണാൻ പറ്റും? ഇല്ല, ബാക്ക് റേക്ക് കാണാൻ പറ്റില്ല. ബാക്ക് റേക്ക് നമുക്ക് ടോപ്പ് വ്യൂ കാണാൻ പറ്റില്ല. ബാക്ക് റേക്ക് ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്തതാണ് ടോപ്പ് വ്യൂവിൽ. അത് നമുക്ക് എടുക്കുന്നത് വ്യത്യാസമാണ്. എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിളും സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിളും ആണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ടോപ്പ് വ്യൂവിൽ നോക്കിയാൽ കാണാൻ പറ്റും. സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ, അതായത് ഇപ്പൊ നമ്മളൊരു സാധനം ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാരലായിട്ട് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബേസിന് പാരലായിട്ട് വെച്ചിട്ട് മേലെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണുന്ന ആംഗിൾസ് എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിളും സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിളും ആണ്. ഇനി നമ്മൾ ഈ സാധനത്തിന് ഫ്രണ്ട് വ്യൂവിൽ വെച്ച് നോക്കുകയാണെങ്കിൽ, അതായത് നിങ്ങൾ ഫ്ലാങ്ക് കാണും. ടോപ്പ് വ്യൂ എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഫേസ് കാണാൻ പറ്റും. ഫ്രണ്ട് വ്യൂ എന്നാണ് നിങ്ങൾക്ക് ഫ്ലാങ്ക് കാണാൻ പറ്റും. പിന്നെ ബാക്കിയുള്ളത് ഷാങ്കും അല്ലേ?
ഫ്ലാങ്കും ഷാങ്കും കാണാൻ പറ്റും. അങ്ങനെ നോക്കുകയാണെങ്കിലാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക, ബാക്ക് റേക്ക് ആംഗിളും കാണാൻ പറ്റുക, അതേപോലെ എൻഡ് റിലീഫ് ആംഗിളും കാണാൻ പറ്റുക. ഓക്കെ, ഇതേപോലെ നമുക്ക് ഫ്രണ്ട്, അതായത് ഫ്രണ്ട് വ്യൂ ആയി, ടോപ്പ് വ്യൂ ആയി. ഇനി സൈഡ് വ്യൂ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, സൈഡ് റേക്ക് ആംഗിളും കാണാൻ പറ്റും, സൈഡ് റിലീഫ് ആംഗിളും കാണാൻ പറ്റും. ഇനി ഞാൻ ഈ പറഞ്ഞതിൻ്റെ വ്യൂസ് ആണ് അടുത്തത് നിങ്ങൾ കാണാൻ പോകുന്നത്. ഏതാ? ഓക്കെ, കാണുന്നില്ലേ പിക്ചർ? 3 ഫിഗർ കാണുന്നില്ലേ? മേലത്തത് ടോപ്പ് വ്യൂ, താഴത്തത് തൊട്ട് താഴെയുള്ളത് ഫ്രണ്ട് വ്യൂ, ഇങ്ങേ സൈഡിലുള്ളത് സൈഡ് വ്യൂ. ഓക്കെ അല്ലേ? ഈ ഫിഗർ നിങ്ങൾ വരച്ച് പഠിക്കേണ്ടി വരും. അതായത് ഒരു സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളിനെ റെപ്രസെന്റ് ചെയ്യുന്ന നോമൻക്ലേച്ചേഴ്സ് ആണിത്. ഇതിൽ നിങ്ങൾ ഇതുവരെ കാണാത്ത 2 കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്ന് ലിപ്പ് ആംഗിൾ എന്ന് പറഞ്ഞിട്ട് വരും, ഒന്ന് എൻഡ് ക്ലിയറൻസ് ആംഗിൾ എന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാ ഒരെണ്ണം കാണും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൂളിൽ നമുക്ക് എൻഡ് റിലീഫ് ആംഗിളും കഴിഞ്ഞിട്ട് ചെറിയൊരു ക്ലിയറൻസ് കൂടുതൽ കൊടുക്കും. അതാണ് ഈ എൻഡ് ക്ലിയറൻസ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ നമ്മുടെ ലിപ്പ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലിപ്പ് ആംഗിൾ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഫേസും ഒരു ഫ്ലാങ്കും തമ്മിലുള്ള അതിൻ്റെ നടുവിലുള്ള ആംഗിളിനെയാണ്, ആംഗിൾ ബിറ്റ്വീൻ എ ഫേസ് ആൻഡ് എ ഫ്ലാങ്ക് ഓഫ് ദ ടൂൾ ഈസ് കോൾഡ് ലിപ്പ് ആംഗിൾ. അങ്ങനെയാണ് പറയുക. അത് ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കുന്നതെന്ന് മാത്രം നമ്മുടെ ഈ നോമൻക്ലേച്ചറിൽ. ഓക്കെ, ബട്ട് ദ തിങ് ഈസ് 6 ആംഗിളും ഒരു നോസ് റേഡിയസും ചേർന്നിട്ടാണ് നമ്മൾ എന്ത് പറയുക, ഒരു സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളിനെ ഒരു സ്റ്റാൻഡേർഡ് വെച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ അല്ലേ? നിങ്ങളുടെ ക്ലാസ്സിൽ കുറേ ലെറ്റുകാരുണ്ടാവുമല്ലോ. ഈ ലെറ്റുകാരോട് ചോദിച്ചാൽ മതി, നല്ല വൃത്തിക്ക് പറഞ്ഞു തരും അവർക്ക് കൂടുതൽ ഇതിനെപ്പറ്റി അറിയാവുന്നതായിരിക്കും. ഓക്കെ, ലെറ്റുകാർ ഈ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളൊക്കെ ഉപയോഗിച്ച് അവർ ഓൾറെഡി വർക്ക് ചെയ്തതായിരിക്കും. സോ ദേ വിൽ ബി നോയിങ് മോർ അബൌട്ട് സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ. അപ്പം നമ്മൾ വർക്ക് ചെയ്യുന്ന സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളും, അതായത് ഇപ്പം നമ്മൾ ഈ ലെയ്ത്തിലുണ്ടെന്ന് വിചാരിച്ചോ, നിങ്ങൾ ലെയ്ത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരുന്ന കട്ടിംഗ് ടൂൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും, സാറേ ഇതിൽ ഇത്ര ആംഗിൾ ഒന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കും. സത്യമാണ്, നമ്മൾ കട്ട് ചെയ്യുന്ന നമുക്ക് തരുന്ന ടൂളിൽ ഇത്രക്കാർ ആംഗിൾസ് ഒന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. അത് നമ്മൾ ഈ ഇവിടത്തെ ഒരു ബേസിക് ആവശ്യത്തിന് ഉപയോഗിക്കുന്നത് മാത്രമാണ്. ടെക്നിക്കലി പ്രാക്ടിക്കലി, അതായത് നമ്മൾ പുറമെ ഒരു ഇൻഡസ്ട്രിയലൈസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഒരു ടൂളിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, നമ്മൾ പോയിട്ടൊരു ടൂൾ വാങ്ങുന്നുണ്ടെങ്കിൽ അതിനെ റെപ്രസെന്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 6 ആംഗിളും ഒരു നോസ് റേഡിയസും വെച്ചിട്ടാണ്. ഞാൻ ഇത്രയും പറഞ്ഞിട്ടില്ലേ, അതിൻ്റെയൊക്കെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഞാൻ എഴുതിയിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. ഷാങ്ക് എല്ലാവർക്കും മനസ്സിലുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞാൻ വായിക്കുമ്പോൾ. ഷാങ്ക്, ഇറ്റ് ഈസ് ദ മെയിൻ ബോഡി ഓഫ് ദ ടൂൾ അല്ലേ? നമ്മൾ എവിടെയാണോ ഹോൾഡ് ചെയ്യുന്നത് അവിടെയാണ് ഷാങ്ക്. ഫ്ലാങ്ക് എന്ന് പറഞ്ഞ സാധനം, ദ സർഫേസ് ഓഫ് ദ ടൂൾ adjacent ടു ദ കട്ടിംഗ് എഡ്ജ്. 2 കട്ടിംഗ് എഡ്ജ് ഉണ്ട്, ആലോചിക്കുക. അതുകൊണ്ട് 2 ഫ്ലാങ്ക് ഉണ്ടാവും, ശരിയല്ലേ? ഒന്ന് മേജർ ഫ്ലാങ്ക്, ഒന്ന് മൈനർ ഫ്ലാങ്കും ഉണ്ടാവും. ഫേസ്, ദ സർഫേസ് ഓൺ വിച്ച് ദ ചിപ്പ് സ്ലൈഡ്സ്, അതായത് ടോപ്പിൽ കാണുന്ന ചെറിയൊരു പോർഷൻ, അതിനെയാണ് നമ്മൾ ഫേസ് എന്ന് വിളിക്കുന്നത്. ഹീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദ ഇന്റർസെക്ഷൻ ഓഫ് ദ ഫേസ്, ഇറ്റ് ഇസ് ദ ഇന്റർസെക്ഷൻ ഓഫ് ദ ഫ്ലാങ്ക് ആൻഡ് ദ ബേസ് ഓഫ് ദ ടൂൾ അല്ലെ? താഴെയുള്ള ഒരു ചെറിയൊരു പോർഷൻ, അതായത് ഫ്ലാങ്കിന്റെയും ബേസ് ഓഫ് ടൂൾ തമ്മിലുള്ള ഇന്റർസെക്ഷൻ ആണ് ഹീൽ എന്ന് പറഞ്ഞാൽ. നോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദ പോയിന്റ് where the side cutting edge and end cutting edge intersect. ശരിയല്ലേ? സൈഡ് കട്ടിങ് എഡ്ജും എൻഡ് കട്ടിങ് എഡ്ജും, 2 കട്ടിങ് എഡ്ജ് ഉണ്ട് എന്ന് പറഞ്ഞു. അത് രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്ന ആ ചെറിയൊരു പോയിന്റിനെയാണ് നമ്മൾ നോസ് എന്ന് വിളിക്കുന്നത്. അത് ഒരു റേഡിയസ് എന്നുള്ള രീതിയിലായിരിക്കും ഉണ്ടാവുക. അതായത് ഒറ്റ പോയിന്റ് ആയിരിക്കില്ല, അത് ചെറുങ്ങനെ ചാംഫർ ചെയ്ത പോലെ ആയിരിക്കും ഉണ്ടാവുക. കാരണം എന്താന്ന് പറഞ്ഞാൽ അത് കൂടുതൽ സ്ട്രെങ്ത്തും കൊടുക്കും നമ്മുടെ ടൂളിന് വേണ്ടിയിട്ട്. ഓക്കെ, then there are cutting edge എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is the edge on the face of the tool which removes the material from the workpiece. ഈ ഒരു എഡ്ജ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കട്ട് ചെയ്യുക, മെറ്റീരിയൽ റിമൂവ് ചെയ്യുക. അതേപോലെ 6 ആംഗിളിൻ്റെയും ഡെഫിനിഷൻ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു ടൂൾ എടുത്തു കഴിഞ്ഞാൽ ഈ ടൂളിനെ 2 രീതിയിൽ നമുക്ക് സിഗ്നേച്ചർ ചെയ്യാന്നാണ് പറയുക. 2 അല്ല, 2-ൽ കൂടുതലുണ്ട്. മെയിനായിട്ട് 2 രീതിയാണ്. അപ്പം ഫസ്റ്റ് നമുക്ക് അമേരിക്കൻ സ്റ്റാൻഡേർഡ് സിസ്റ്റം എന്നാണ് പറയുക. ആ സിസ്റ്റത്തിലുള്ളത് മാത്രമാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത്. ആ സിസ്റ്റത്തിലുള്ള മാത്രമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല സർ. ഇല്ല, ഓക്കെ. ഇല്ല. ഓക്കെ. അപ്പം ഇനി വരുന്ന 6 ഡെഫിനിഷൻസ്, ഈ 6 ഡെഫിനിഷൻസ് നിങ്ങൾ പഠിക്കണം. ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. കാര്യം മനസ്സിലാക്കിയാൽ എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. ആംഗിൾ ബിറ്റ്വീൻ ആയിട്ട്, അതായത് ഇപ്പോൾ സൈഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ ആണെന്ന് വിചാരിച്ചോ. ആംഗിൾ ബിറ്റ്വീൻ സൈഡ് കട്ടിങ് എഡ്ജ് ആൻഡ് ദ സൈഡ് ഓഫ് ദ ടൂൾ ഷാങ്ക്, അതിനെയാണ് നമ്മൾ സൈഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും സൈഡ് കട്ടിങ് എഡ്ജ് എന്താണെന്നുള്ളത്. അത് സൈഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും. അതായത് ഒരു സൈഡ് കട്ടിങ്, അതായത് സൈഡ് കട്ടിങ് എഡ്ജിൻ്റെ ഒരു സൈഡ് കട്ടിങ് എഡ്ജും ഒരു ടൂളിൻ്റെ സൈഡ്, ഷാങ്കിൻ്റെ സൈഡും തമ്മിലുള്ള ഒരു ആംഗിളിനെയാണ്, ആ ആംഗിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സൈഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ എന്ന് വിളിക്കുന്നത്. ഇത് ഈ ഫിഗർ നോക്കി മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അതായത് നിങ്ങൾ വരച്ച ടോപ്പ് വ്യൂ, ഫ്രണ്ട് വ്യൂ, സൈഡ് വ്യൂ നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് റെഫർ ചെയ്യാം? ഈ 3D റെഫർ ചെയ്യാം. ഈ 3D ഫിഗർ റെഫർ ചെയ്യുമ്പം ആംഗിൾ മനസ്സിലാക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇപ്പം നിങ്ങൾ നോക്കിയാൽ മതി, സൈഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കട്ടിങ് എഡ്ജ് ആംഗിൾ ഉണ്ട്, അതും അതായത് അതിൻ്റെ പാരലായിട്ടുള്ള ആ ഒരു സൈഡും അല്ലേ, കട്ടിങ് എഡ്ജ് ആംഗിൾ, കട്ടിങ് എഡ്ജിൻ്റെ ആ ഒരു എഡ്ജിൻ്റെ ഭാഗവും വേറെ ഒരു ഷാങ്കിൻ്റെ ചെറിയൊരു സൈഡും തമ്മിൽ ഉണ്ടാകുന്ന ആ ചെറിയൊരു ആംഗിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സൈഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ എന്ന് വിളിക്കുന്നത്. ഇതുപോലെ 6 ആംഗിളിന്, അതായത് സൈഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ, എൻഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ, അതുപോലെ സൈഡ് റിലീഫ് ആംഗിൾ, എൻഡ് റിലീഫ് ആംഗിൾ, സൈഡ് റേക്ക് ആംഗിൾ, ബാക്ക് റേക്ക് ആംഗിൾ, ഇത്രയും ആംഗിൾസിന് ഡെഫിനിഷൻസ് ഉണ്ട്. അതായത് എങ്ങനെയാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുക? ഒരു എക്സാമ്പിൾ കൂടി പറയാം. ബാക്ക് റേക്ക് ആംഗിൾ. ഓക്കെ, ബാക്ക് റേക്ക് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദ റേക്ക് ഫേസ്. റേക്ക് ഫേസ് അല്ലെങ്കിൽ റേക്ക് സർഫേസ് അല്ലെങ്കിൽ വെറും ഫേസ്. ഓക്കെ, ഇറ്റ് ഇസ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദ റേക്ക് ഫേസ് ഓഫ് ദ ടൂൾ വിത്ത് റെസ്പെക്ട് ടു ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ മെഷേർഡ് ഇൻ ലെങ്ത് ഡയറക്ഷൻ. നോക്കിയേ, ഇത് നിങ്ങൾക്ക് വെറുതെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ പറയാൻ പറ്റും. ടോപ്പ് വ്യൂവിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ? അത് ഒരു ഹൊറിസോണ്ടൽ ലൈന് കറക്റ്റായിട്ട് വരച്ചിട്ടുണ്ട് ഇല്ലേ? ഹൊറിസോണ്ടൽ ലൈന് കാണുന്നില്ലേ? ബാക്ക് റേക്ക് ആംഗിൾ മാർക്ക് ചെയ്ത ആംഗിൾ കാണുന്നില്ലേ? ബാക്ക് റേക്ക് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹലോ, മെയ്ഡ് ബൈ ദ റേക്ക് ഫേസ്, അതല്ലേ റേക്ക് ഫേസ് അല്ലേ? അതിന് തൊട്ട് താഴെ ഉണ്ടാവുക റേക്ക് ഫേസ് അല്ലേ? അപ്പൊ റേക്ക് ഫേസുമായിട്ടുള്ള വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ, ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ട്. ആ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ് നമ്മൾ ആ ഹൊറിസോണ്ടലായിട്ടൊരു ലൈൻ വരച്ചിട്ടില്ലേ, അത് പ്ലെയിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ റെപ്രസെന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതുപോലെ ഈ നോമൻക്ലേച്ചേഴ്സ് പഠിക്കണം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഓരോ ആംഗിളും എന്തിനാണ് എന്ന് പറയാം. ഓരോ ആംഗിളും എന്താണ്, എന്തൊക്കെയാണ് ഓരോ ആംഗിളിൻ്റെയും ആവശ്യകം. ഓക്കെ, സോ വിൽ ലുക്ക് ഇൻ ടു ഫസ്റ്റ് ബാക്ക് റേക്ക് ആംഗിൾ. ഏറ്റവും കൂടുതൽ നമുക്ക് യൂസ് ചെയ്യേണ്ട ഒരു ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അനാലിസിസ് ആയാലും പ്രോബ്ലംസ് ആയാലും ഏറ്റവും കൂടുതൽ ഡയറക്റ്റ്ലി ഇൻവോൾവ് ചെയ്യുന്ന ഒരു ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് റേക്ക് ആംഗിൾ ആണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ബാക്ക് റേക്ക് ആംഗിളാണ് ഒരു ടൂളും ഒരു വർക്ക് പീസും തമ്മിൽ ഒരു ആംഗിളിൽ വെക്കുമ്പോൾ ഫസ്റ്റ് വരുന്ന ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് റേക്ക് ആംഗിളാണ്. സോ ഇറ്റ് ഈസ് മോസ്റ്റ്ലി നിങ്ങൾ എല്ലാവരുടെയും ഇനി പഠിക്കുന്ന അങ്ങോട്ടേക്ക് കുറേ കാണാൻ പോകുന്നത് ബാക്ക് റേക്ക് ആംഗിളാണ്. ഓക്കെ, എന്താണ് ബാക്ക് റേക്ക് ആംഗിൾ? ബാക്ക് റേക്ക് ആംഗിൾ എന്ന് പറഞ്ഞ ഓൾറെഡി ഒരു ഡെഫിനിഷൻ ഞാൻ തന്നിട്ടുണ്ടല്ലോ ഇപ്പം. അതായത് ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു പ്ലെയിനിൽ ജസ്റ്റ് ഈ ഫ്ലാങ്കിൻ്റെ തൊട്ട് സൈഡായിട്ട് വരുന്ന ആ ഒരു ചെറിയ ആംഗിളിനെയാണ് നമ്മൾ ബാക്ക് റേക്ക് ആംഗിൾ എന്ന് പറയുന്നത്. സോ ബാക്ക് റേക്ക് ആംഗിൾ allows the chip to flow in convenient direction.
അതായത് ബാക്ക് റേക്ക് ആംഗിൾ ആണ് ചിപ്പിന്, അതായത് വരുന്ന പൊട്ടി വരുന്ന ചിപ്സ് ഉണ്ടാവില്ലേ, അതായത് മെറ്റീരിയൽസ്, റിമൂവ് ചെയ്യുന്ന മെറ്റീരിയൽസിന് ഒരു കൺവീനിയൻറ്റ് ഡയറക്ഷനിലോട്ട് ഫ്ലോ കൊടുക്കുന്നത് ശരിക്കും ബാക്ക് റേക്ക് ആംഗിൾ ആണെന്നാണ് പറയപ്പെടുന്നത്. സോ ഇറ്റ് റെഡ്യൂസസ് ദ കട്ടിംഗ് ഫോഴ്സ് റിക്വയർഡ് ടു ഷിയർ ദ മെറ്റൽ ഷിയർ ചെയ്ത് പോകാനുള്ള ഫോഴ്സ് റെഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ ഇറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് ടൂൾ ലൈഫ് ആൻഡ് റെഡ്യൂസ് പവർ കൺസംഷൻ. ഇതൊക്കെ ബാക്ക് റേക്ക് ആംഗിളിൻ്റെ ഓരോരോ എഫക്ട്സ് ആണ് ഓൺ ടൂൾ ജോമെട്രി. സോ ദിസ് ആംഗിൾ ഗീവ്സ്, ഇതാണ് ശരിക്കും പറയാനുള്ളത്, ദിസ് ആംഗിൾ ഗീവ്സ് ദ സ്ലോപ്പ് ഓഫ് ദ ഫേസ് ഓഫ് ദ ടൂൾ ഫ്രം നോസ് റേഡിയസ് ടുവേർഡ്സ് ദ ഷാങ്ക്. നോക്കിയാൽ മതി, ഇതാ ഈ ഫിഗറിൽ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അതായത് ബാക്ക് റേക്ക് ആംഗിൾ നോക്കിയേ, ബാക്ക് റേക്ക് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഒരു സ്ലോപ്പാണ് ശരിക്കും. നോസ് റേഡിയസ് മുതൽ ലെങ്ത് ഡയറക്ഷനിൽ ഉള്ള ഒരു സ്ലോപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്, ബാക്ക് റേക്ക് ആംഗിൾ എന്ന് പറഞ്ഞ സംഭവം റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ബാക്ക് റേക്ക് ആംഗിൾ എന്നാണ് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ലേ? ഹലോ, കട്ടാവുന്നുണ്ടോ? ഹലോ, ഇല്ല. ഓക്കെ. അപ്പോൾ ബാക്ക് റേക്ക് ആംഗിൾ തന്നെ പല രീതിയിലുണ്ട്. പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, സീറോ ഉണ്ട്. ആ ഫിഗർ കണ്ട വൃത്തിക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. തൊട്ട് താഴെയുള്ള ആ ഫിഗർ ഇല്ലേ, ചെറിയ ഒരു ഫിഗർ, അതിൽ പോസിറ്റീവ് റേക്ക് എന്ന് എഴുതിയിട്ടുണ്ട്, നെഗറ്റീവ് റേക്ക് എന്ന് എഴുതിയിട്ടുണ്ട്, സീറോ റേക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. പോസിറ്റീവ് റേക്ക് ആകുമ്പോൾ എങ്ങനെയാണ് ഫിഗർ ഉണ്ടാവുക? ഇപ്പൊ ഈ കാണുന്നത് എന്താണ്? ഫ്രണ്ട് വ്യൂ ആണ് അല്ലേ? നമ്മൾ ഒരു ടൂള് നിലത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ പോസിറ്റീവ് റേക്ക് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേക്ക് ആംഗിൾ ടോപ്പ് ഫേസ് ഡൗൺവേർഡ്സ് ആയിരിക്കും ശരിക്കും. ബാക്ക് റേക്ക് ആംഗിൾ എല്ലാവർക്കും തിരിച്ചറിയാൻ പറ്റുന്നില്ലേ ആ ഇതില് പിക്ചറിൽ? ഓക്കെ. ബാക്ക് റേക്ക് ആംഗിൾ പോസിറ്റീവ് ആയിട്ടുള്ളതാണ് ഫസ്റ്റ് ഫിഗർ, നെഗറ്റീവ് ആയിട്ടുള്ളതാണ് സെക്കൻഡ് ഫിഗർ. റേക്ക് ആംഗിളേ ഇല്ലാത്തൊരവസ്ഥ, അതായത് സീറോ റേക്ക് ആംഗിൾ എന്നുള്ള അവസ്ഥയാണ് ലാസ്റ്റ് കാണുന്ന ഫിഗർ. അപ്പൊ 3 രീതിയിലുള്ള റേക്ക് ആംഗിൾസ് ഉണ്ട്. 3 രീതിയിലുള്ള റേക്ക് ആംഗിൾസും യൂസ് ചെയ്യാറുമുണ്ട് ഇൻഡസ്ട്രിയിൽ. ഓക്കെ. മോസ്റ്റ്ലി ഈ ബാക്ക് റേക്ക് ആംഗിൾ എന്ന് പറയുന്ന സാധനം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അല്ലെങ്കിൽ സീറോ ആണോ എന്ന് യൂസ് ചെയ്യുന്നത് മെറ്റീരിയലിനനുസരിച്ചിട്ടാണ്. നമ്മൾ ഏത് മെറ്റീരിയൽ ആണോ യൂസ് ചെയ്യാൻ നിൽക്കുന്നത്, കട്ട് ചെയ്യാൻ നിൽക്കുന്നത്, അതിനനുസരിച്ചിട്ടാണ് ബാക്ക് റേക്ക് ആംഗിൾ നമ്മൾ പൊതുവെ ചൂസ് ചെയ്യാറ്. സോ ഹയർ വാല്യൂ ഓഫ് റേക്ക് ആംഗിൾസ് വീക്കൻസ് ദ കട്ടിംഗ് എഡ്ജ് ഓഫ് ദ ടൂൾ. വളരെ അധികം ഹയർ വാല്യൂ ആണ് റേക്ക് ആംഗിളിന് കൊടുത്തതെങ്കിൽ ആ ആംഗിൾ, അതായത് ഹയർ റേക്ക് ആംഗിൾ കൂടുന്നതിനനുസരിച്ചിട്ട് കട്ടിംഗ് എഡ്ജ് വളരെ വീക്കനാവാൻ തുടങ്ങും എന്നാണ് പൊതുവേ നമുക്ക് മനസ്സിലാവുന്നത്. സോ ദ മാക്സിമം വാല്യൂ ഓഫ് എ പോസിറ്റീവ് റേക്ക് ആംഗിളിന്റെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രിയാണ്. അത്രയൊന്നും വരത്തില്ല ഒരിക്കലും. ഓക്കെ. മാക്സിമം വാല്യൂ ആണ്. പോസിറ്റീവ് റേക്സ് ആർ യൂസ്ഡ് when machining low strength ferrous and non-ferrous material. non-ferrous ആയിട്ടും, അതായത് വളരെ ലോ സ്ട്രെങ്ത് ആയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ മെഷീൻ ചെയ്യുന്ന സമയത്താണ് പൊതുവെ പോസിറ്റീവ് റേക്സ് കൊടുക്കുന്നത്. സീറോ റേക്സ് കൊടുക്കുന്നത് അത്യാവശ്യം ത്രെഡ് കട്ടിങ് ഓപ്പറേഷൻസിലും, പിന്നെ അതുപോലെ ബ്രാസ് എന്ന് പറയുന്ന പർട്ടിക്കുലർ മെറ്റീരിയൽ മെഷീൻ ചെയ്യാനും ഉപയോഗിക്കുമ്പോഴും പല സ്ഥലത്തുമായിട്ട് സീറോ ബാക്ക് റേക്ക് ആംഗിൾ യൂസ് ചെയ്യാറുണ്ട്. ഇനി നെഗറ്റീവ് റേക്ക് ആംഗിൾസ് എന്ന് പറയുന്നത്, കൂട്ടത്തിൽ നെഗറ്റീവ് റേക്ക് ആംഗിൾസ് ഉപയോഗിക്കുന്നത് സ്ട്രോങ്ങർ ആണ് എന്ന് പറയപ്പെടുന്നു. ഓക്കെ. കട്ടിംഗ് ടൂൾസ് വിത്ത് നെഗറ്റീവ് റേക്ക് ആംഗിൾസ് ആർ സ്ട്രോങ്ങർ ആൻഡ് ആർ യൂസ്ഡ് വെൻ മെഷീനിങ് ഹൈ സ്ട്രെങ്ത് അലോയ്സ്. വളരെ സ്ട്രെങ്ത് കൂടിയ അലോയ്സ് നമ്മൾ മെഷീൻ ചെയ്യുന്നുണ്ടെങ്കിൽ നെഗറ്റീവ് റേക്ക് ആംഗിൾ ആണ് ഉപയോഗിക്കുക. പക്ഷേ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക, ഈ നെഗറ്റീവ് റേക്ക് ആംഗിൾ ഉപയോഗിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ സ്ട്രോങ്ങർ ആയിരിക്കും. അപ്പോൾ സ്ട്രോങ്ങർ ആവുന്ന സമയത്ത് നമ്മുടെ പവർ കൺസംഷൻ കൂടും. സോ ഈ പവർ കൺസംഷൻ കൂടുമ്പോൾ കട്ടിങ് ഫോഴ്സ് കൂടും. സോ അതിനനുസരിച്ച് ചേഞ്ചസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് ടൂള് ലൈഫിന് വളരെയധികം ടൂള് ലൈഫ് കൂടുമായിരിക്കും, പക്ഷേ എന്ത് കുറയും? സർഫേസ് ഫിനിഷ് കുറയും. അങ്ങനെ ഒരു പ്രശ്നം
നെഗറ്റീവ് റേക്ക് ആംഗിൾസിന് കൊടുക്കുമ്പോൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ മോസ്റ്റ്ലി ഇത് ഹയർ സ്ട്രെങ്ത് അലോയ്സ് ആയതുകൊണ്ട് ഈവൻ നമ്മൾ നെഗറ്റീവ് റേക്ക് ആംഗിൾ ഉപയോഗിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞ് വീണ്ടും പല സർഫേസ് ഫിനിഷിംഗ് പ്രോസസ്സ് ഉള്ളത് കൊണ്ട് അതാരും പ്രാക്ടിക്കലി കാര്യമാക്കാറില്ല. ഞാൻ പറഞ്ഞത് ക്ലിയർ അല്ലേ? ഞാനിത് പ്രാക്ടിക്കൽ കാര്യങ്ങളും കൂടി ചേർത്താണ് പറയുന്നത്. ഓക്കെ അല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങളൊന്ന് പഠിക്കണം. ഓക്കെ, ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ബാക്ക് റേക്ക് ആംഗിൾ എങ്ങനെയൊക്കെയാണ് വരുന്നത്, എന്താണ് ബാക്ക് റേക്ക് ആംഗിൾ. ഇപ്പോൾ മാക്സിമം നെഗറ്റീവ് റേക്ക് ആംഗിൾ യൂസ് ചെയ്യുന്നത് 10 ഡിഗ്രിയാണ്. അതായത് താഴോട്ടേക്ക്, അതിൽ കൂടുതൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടിപ്പ് പൊട്ടിപ്പോവും എന്നാണ് പറയപ്പെടുന്നത്. ഇതുപോലെ സൈഡ് റേക്ക് ആംഗിൾ നോക്കുകയാണെങ്കിൽ, സൈഡ് റേക്ക് ആംഗിൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈഡ്സ് ദ ഡയറക്ഷൻ ഓഫ് ദ ചിപ്പ് എവേ ഫ്രം ദ ജോബ്. അതായത് നമ്മുടെ വർക്ക് പീസിൽ നിന്ന് പുറത്തോട്ട് തള്ളുന്ന രീതിയിൽ, അതായത് അതിന് ഡയറക്ഷൻ കൊടുക്കുന്നതാണ് സൈഡ് റേക്ക് ആംഗിൾ ചെയ്യുക എന്നാണ് പറയുന്നത്. സൈഡ് റേക്ക് ആംഗിൾ എന്ന് പറയുന്നത് അതൊരു സ്ലോപ്പിന്റെ മെഷർ തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഫിഗർ നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഇറ്റ് മെഷേഴ്സ് ദ സ്ലോപ്പ് ഓഫ് ദ ടോപ്പ് സർഫേസ് ഓഫ് ദ ടൂൾ ടു ദ സൈഡ് ഇൻ എ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ ലോങ്ങിറ്റ്യൂഡിനൽ ആക്സിസ്. ഒരു ലോങ്ങിറ്റ്യൂഡിനൽ ആക്സിസ് ഉണ്ടെങ്കിൽ ആ ആക്സിസിന്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സൈഡിന് ഒരു സ്ലോപ്പാണ് നമ്മൾ സൈഡ് റേക്ക് ആംഗിൾ എന്ന് പറയുന്നത്. ഇനി സൈഡ് റേക്ക് ആംഗിളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സൈഡ് റേക്ക് ആംഗിൾ ആണ് നമ്മുടെ ചിപ്സ് എത്രത്തോളം ബെൻഡ് ചെയ്യണം എന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ദ amount that a chip bend depends on this angle. അതായത് സൈഡ് റേക്ക് ആംഗിൾ കൂടുന്ന സമയത്ത് ചിപ്പിന് ബെൻഡ് കുറയും. മനസ്സിലായില്ലേ? ചിപ്പ് ബെൻഡ് എന്ന് ഉദ്ദേശിക്കുന്ന കാര്യം മനസ്സിലായിട്ടില്ലേ? നിങ്ങളിപ്പോൾ ലേറ്റ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവായിരുന്നു. അതായത് നിങ്ങൾ ഒരു മെഷീനിങ് ചെയ്യുന്ന സമയത്ത് പുറത്ത് വരുന്നത് പല രീതിയിലുള്ള ചിപ്സ് ഉണ്ട്. കണ്ടിന്യൂസ് ചിപ്സ്, ഡിസ്കണ്ടിന്യൂസ് ചിപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് നമ്മൾ പഠിക്കും. അപ്പം ഈ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ചിപ്സ് ആണെങ്കിൽ ആ ചിപ്പിന്റെ ബെൻഡ് ഇല്ലേ, ബെൻഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ സൈഡ് റേക്ക് ആംഗിളിൽ ഒരു വലിയൊരു പോയിന്റ് ആണെന്നാണ് പറയുന്നത്. സൈഡ് റേക്ക് ആംഗിളിന്റെ എത്രയാണോ ആ ആംഗിൾ, അതിനനുസരിച്ചിട്ട് ഈ ബെൻഡിന്, ചിപ്പിന്റെ ബെൻഡിനുള്ള ഒരു ചെറിയൊരു പാർട്ട് അതിനുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, സോ ലാർജർ സൈഡ് റേക്ക് ആംഗിൾ പ്രൊഡ്യൂസ് സ്മൂത്ത് സർഫേസ് ഫിനിഷ്. സൈഡ് റേക്ക് ആംഗിൾ കൂടുന്നത് അത്യാവശ്യം സ്മൂത്ത് ആയിട്ടുള്ള സർഫേസ് ഫിനിഷ് നമുക്ക് കിട്ടും. ദ നെക്സ്റ്റ് പോയിന്റ്, ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ദ ആംഗിൾ ബിറ്റ്വീൻ ഫേസ് ആൻഡ് ഫ്ലാങ്ക് ഓഫ് ദ ടൂൾ ആണ് നമ്മൾ ലിപ്പ് ആംഗിൾ എന്ന് പറയുന്നത് അല്ലേ. ആ ചെറിയ പോയിന്റിൽ ഫ്രണ്ട് വ്യൂ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഫേസ് ആൻഡ് ഫ്ലാങ്ക് ഓഫ് ദ ടൂൾ ഈസ് കോൾഡ് as ലിപ്പ് ആംഗിൾ ആൻഡ് ദ സ്ട്രെങ്ത് ഓഫ് ദ കട്ടിംഗ് എഡ്ജ് ഓർ പോയിന്റ് ഈസ് ഡയറക്ട്ലി എഫക്റ്റഡ് ബൈ ദിസ് ആംഗിൾ. അതായത് ആ ചെറിയൊരു പോയിന്റ് അല്ലെങ്കിൽ ആ നോസ്, ആ പോയിന്റ് കട്ടിംഗ് എഡ്ജിന്, രണ്ട് കട്ടിംഗ് എഡ്ജില്ലേ, രണ്ട് കട്ടിംഗ് എഡ്ജിന്റെയും നടുവിൽ വരുന്ന, അതായത് രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്ന ആ ഒരു ചെറിയ പോയിന്റ്, ആ പോയിന്റ് ഈ ലിപ്പ് ആംഗിളിനെ ഡയറക്റ്റ് ആയിട്ട് എഫക്ട് ചെയ്യുന്നതാണ്. ഓക്കെ ഓക്കെ സാർ. ഇനി അടുത്തത് ബാക്ക് റേക്ക് ആംഗിൾ, സൈഡ് റേക്ക് ആംഗിൾ, എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ. എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ എന്ന് പറയുന്നത് അതൊരു റിലീഫ് ആംഗിൾ ആയിട്ട് കാണാം. അതിൻ്റെ ഇറ്റ് അലോസ് എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കോണ്ടാക്റ്റിൽ, മെഷീൻ സർഫേസ് ഒരു കോണ്ടാക്റ്റിൽ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ എൻഡ് കട്ടിംഗ് എഡ്ജും അതും തമ്മിൽ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതിൽ വൈബ്രേഷനും ചാറ്ററും പ്രിവെന്റ് ചെയ്യുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമാണ് ഈ എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിളിനുള്ളത്. അതുകൊണ്ടാണ് അതിനെ ഒരു റിലീഫ് ആംഗിളിന്റെ ബേസിസിലാണ് അതിനെ, അതായത് അതൊരു ക്ലിയറൻസ് കൊടുക്കുന്ന ഒരു ആംഗിൾ എന്നുള്ള സ്കീമിലാണ് അതിനെ പറയുന്നത് എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ എന്ന് പറയുന്നത്. ഇറ്റ് നോർമലി വേരീസ് ഫ്രം 8 to 20 ഡിഗ്രി. അതുപോലെ തന്നെ സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ. സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബിൽട്ടപ്പ് എഡ്ജ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് ഞാൻ പറയാം, പഠിപ്പിക്കുമ്പം ഞാൻ പറയും. അത് ഇനി നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാനുള്ള ഒരു ക്യാരക്ടറൈസേഷൻ പോലത്തെ ഒരു സാധനമാണ് ബിൽട്ടപ്പ് എഡ്ജ് എന്ന് പറയുന്നത്. അവോയ്ഡ്സ് ദ ഫോർമേഷൻ ഓഫ് ബിൽട്ടപ്പ് എഡ്ജ്. അതവിടെ നിൽക്കട്ടെ, അതെന്താന്ന് നമുക്ക് ആ സമയം പറയാം. അത് ഓർമ്മിച്ച് വെക്കണം. ഈ ബിൽട്ടപ്പ് എഡ്ജ് എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് എന്തായാലും ഓർമ്മയുണ്ടാവും.
അത് പഠിക്കുന്ന സമയത്ത് ഓർമ്മയുണ്ടാവും. controls the direction of the chip flow and distributes the cutting force and heat produced over the larger cutting edge. നമ്മൾ ലാർജർ കട്ടിംഗ് എഡ്ജിൽ, അതായത് പ്രിൻസിപ്പൽ കട്ടിംഗ് എഡ്ജിൽ എന്ത് ഹീറ്റും കട്ടിംഗ് ഫോഴ്സും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഒരു രണ്ട് മെറ്റൽ തമ്മിൽ ഉരയ്ക്കുന്ന സമയത്താണെങ്കിൽ അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അറിയാലോ, അറിയാം. നിങ്ങൾക്കത് അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ? രണ്ട് കാര്യങ്ങൾ നമ്മൾ റബ്ബ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഈവൻ നമ്മുടെ രണ്ട് ഫിംഗേഴ്സ് തമ്മിൽ റബ്ബ് ചെയ്ത് നോക്കിയാൽ മതി, കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചെറിയൊരു ചൂട് തട്ടും. അതുപോലെ തന്നെ ഏതൊരു മെറ്റലും കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു വലിയൊരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും നിങ്ങൾക്കറിയാം. ഈ ഹീറ്റും ആ കൊടുക്കുന്ന ഫോഴ്സും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ ആണ് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, സോ ദ കട്ടിംഗ് എഡ്ജ് ആംഗിൾസ് ആർ മെയിൻലി ഇൻഫ്ലുവൻസിങ് ദിസ് സർഫേസ് ഫിനിഷ് പ്രൊഡ്യൂസ്ഡ് ഓൺ ദ വർക്ക് പീസ്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും കട്ടിംഗ് ഫോഴ്സിന് ഡിപ്പെൻഡബിൾ ആണ്. കട്ടിംഗ് ഫോഴ്സ് കൂടുന്നതിനനുസരിച്ച് സർഫേസ് ഫിനിഷും വേരി ചെയ്യാവുന്നതാണ്. ഓക്കെ അല്ലേ? ഓക്കെ. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ പറയുക, നോ പ്രോബ്ലം. അപ്പം തന്നെ നമുക്ക് സംസാരിച്ചിട്ട് മനസ്സിലാക്കാവുന്നതാണ്. കാരണം ഇത് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള ഡൗട്ടുകൾ ഉണ്ടാവും എന്ന് എനിക്കറിയാം. ഓക്കെ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. ശരി, എൻഡ് റിലീഫ് ആംഗിൾ ആൻഡ് സൈഡ് റിലീഫ് ആംഗിൾ. ഇതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, റിലീഫ് ആംഗിൾ എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി ഇപ്പം ടൂളും ഉണ്ട് വർക്ക് പീസും ഉണ്ട് അല്ലേ? ഇത് രണ്ടും തമ്മിൽ ഒരൊറ്റ പോയിന്റിലല്ലാതെ, അതായത് ആ കട്ടിംഗ് എഡ്ജ് എന്ന് പറഞ്ഞ ഒരൊറ്റ പോയിന്റിലല്ലാതെ വേറെ ഒരു പോയിന്റിൽ പോലും റബ്ബ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുന്ന ആംഗിൾസിനെയാണ് നമ്മൾ റിലീഫ് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടും തമ്മിൽ ജോബും വർക്ക് പീസും ടൂളും തമ്മിൽ, അല്ലെങ്കിൽ ജോബും ടൂളും തമ്മിൽ വേറെ എവിടെയും ഒരു പോയിന്റ് അല്ലാതെ, സിംഗിൾ പോയിന്റിലല്ലാതെ, അല്ലെങ്കിൽ ആ ഒരു എഡ്ജ് അല്ലാതെ, കട്ടിംഗ് എഡ്ജ് അല്ലാതെ വേറെ ഒന്നും ടച്ച് ചെയ്യുന്നില്ല അല്ലെങ്കിൽ റബ്ബ് ചെയ്യുന്നില്ല എന്ന് ഉള്ള രീതിയിൽ പ്രിവെന്റ് ചെയ്യുന്നത് റിലീഫ് ആംഗിൾ ആണ്. അപ്പം സോ ഒരു ടൂൾ എടുത്തു കഴിഞ്ഞാൽ ആ എല്ലാ ആംഗിൾസ്, ആ 6 ആംഗിൾസും along with this nose radius have a perfect, അല്ലെങ്കിൽ വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ഓരോന്നിനും ആട്രിബ്യൂട്ട്സ് ഉണ്ട്, ഓരോന്നിനും, ഓരോ ആംഗിൾസിനും. അല്ലെങ്കിൽ ആ ലാസ്റ്റ് പറയുന്ന ഈ നോസ് റേഡിയസിനാണെങ്കിൽ പോലും. നോസ് റേഡിയസ് എന്താന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻക്രീസസ് ദ സ്ട്രെങ്ത് ഓഫ് ദ കട്ടിംഗ് എഡ്ജ്. ഞാൻ പറഞ്ഞിട്ടില്ലേ നേരത്തെ, നോസ് റേഡിയസ് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഇൻക്രീസസ് ദ സ്ട്രെങ്ത് ഓഫ് ദ കട്ടിംഗ് എഡ്ജ്. അപ്പോൾ സ്ട്രെങ്ത്, കട്ടിംഗ് എഡ്ജിന്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും. ഇപ്പം ഒരൊറ്റ സിംഗിൾ പോയിന്റ് ആണെങ്കിൽ അത് കട്ട് ചെയ്ത് പോവാൻ, അതായത് കട്ട് ചെയ്ത് പോകാനുള്ള ടെൻഡൻസി കൂടുതലാണ്, അതായത് വേറെ ഉണ്ടാവാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു നോസിന് ഒരു റേഡിയസ് പോലെ കൊടുക്കുന്നത്. So it tends to minimize the wear taking place in a sharp pointed tool with consequent increase in tool life. അതായത് നോസ് റേഡിയസ് കൊടുക്കുമ്പം സ്വാഭാവികമായും കട്ടിംഗ് എഡ്ജിന്റെ സ്ട്രെങ്ത് കൂടുകയും വേറെ കുറയുകയും അതിനനുസരിച്ച് ടൂളിന്റെ ലൈഫ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, ഇപ്പം അങ്ങനെ പറഞ്ഞത് കൊണ്ട് എന്താണ് ലാർജർ റേഡിയായി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ സ്മോളർ റേഡിയ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? Smaller radii produce smooth surfaces, but larger radii strengthens the tool and are used in different works. Smaller radii ഉള്ള സാധനങ്ങൾ നമ്മൾ തിൻ ക്രോസ് സെക്ഷൻസിലാണ് യൂസ് ചെയ്യുക. ലാർജർ റേഡിയ ഉള്ളത് നമ്മൾ സാധാരണ കാസ്റ്റ് അയൺസ് അല്ലെങ്കിൽ അതർ കാസ്റ്റിങ്സ്. കാസ്റ്റിങ്സിന്റെ പ്രശ്നം എന്താണ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്തായിരുന്നു കാസ്റ്റിംഗ്? ആരെങ്കിലും ഒരാൾ ആൻസർ പറയോ? എന്താണ് കാസ്റ്റിംഗ്? മെറ്റല്, നമ്മളൊരു മെറ്റല് ഉരുക്കി, മലയാളത്തിൽ പറഞ്ഞാൽ മതി, നമ്മളൊരു മെറ്റല് ഉരുക്കി അതിനെ ഒരു ഷേപ്പിലോട്ട്, അതെ, അതിനെ നമ്മൾ സോൾഡിഫൈഡ് ചെയ്ത് കിട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കാസ്റ്റിംഗ് എന്ന് വിളിക്കുന്നത് അല്ലെ? കാസ്റ്റിംഗ് പ്രോസസ് എന്ന് വിളിക്കുന്നത്. കാസ്റ്റ് ചെയ്യുന്ന പല മെറ്റീരിയൽ നിങ്ങൾക്കറിയാലോ, നിങ്ങൾ അത് ഉപയോഗിക്കുന്ന കാസ്റ്റിംഗ് മെറ്റീരിയൽസും ഉണ്ട് അല്ലേ? അങ്ങനെ കാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുമ്പോൾ, അതായത് മെഷീനിങ് പോലത്തെ സംഭവങ്ങൾ ചെയ്യുമ്പം അതിനുള്ളിൽ കുറച്ച് ഡിഫക്ട്സ് ഉണ്ടാവാനുള്ള ചാൻസസും അത് കാരണം ഈ പ്രോസസ്സ്, അതായത് നടുവിൽ ഇടക്കിടക്ക് നിർത്തേണ്ടി വരേണ്ട ഒരു ചാൻസസും ഉണ്ട്.
അങ്ങനെ ഒരു ചാൻസസ് ഈ കാസ്റ്റിങ്സിനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ലാർജർ റേഡിയായി കൊടുക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ സാർ. അപ്പം ഇത്രയാണ് നമുക്ക് എന്തിനെ പറ്റി പറയാനുള്ളത്, ടൂളിൻ്റെ നോമൻക്ലേച്ചറിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ, ഇനി ഞാൻ ഈ പറയുന്ന ചെറിയൊരു പോർഷൻ കൂടി എടുത്തിട്ട് നമുക്ക് നിർത്താം. ടൂൾ സിഗ്നേച്ചർ എന്ന് പറഞ്ഞൊരു പോർഷനാണ് ഇത്. ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇപ്പം നിങ്ങൾ ഈ പഠിച്ച ഇത്രയും കാര്യങ്ങളില്ലേ, നമ്മൾ ഈ പറഞ്ഞ ഇത്രയും ഡിസ്കസ് ചെയ്ത കാര്യം, ടൂൾ നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞ് ഡിസ്കസ് ചെയ്ത കാര്യം, അത് ഇപ്പം എനിക്ക് ഇന്നേ ടൂള് വേണം എന്നൊക്കെ പറയില്ല. ഇപ്പം നിങ്ങൾക്കൊരു ടൂള് തന്നെന്ന് വിചാരിച്ചോ, നിങ്ങളുടെ കയ്യിലൊരു സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂള് തന്നിട്ട് അതിൻ്റെ സിഗ്നേച്ചർ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിനെ ഉദ്ദേശിക്കുന്നതെന്നാണ് പറയണത്. അതായത് നമ്മൾ ഈ പറയുന്ന 6 ആംഗിളും ഒരു നോസ് റേഡിയസും അതൊരു വൃത്തിക്കൊരു അറേഞ്ച്മെന്റിൽ പറയുന്നതിനെയാണ് നമ്മൾ ടൂൾ സിഗ്നേച്ചർ അല്ലെങ്കിൽ ടൂൾ ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഏതെങ്കിലും ഒരു മെഷീൻ അല്ലെങ്കിൽ നിങ്ങളിപ്പം ഏറ്റവും വലിയ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ സ്പാനറൊക്കെ പറയുന്നില്ലേ, സ്പാനർ പോയിട്ട് ഏതെങ്കിലും ഒരു സ്പാനർ എന്നല്ലല്ലോ പറയാ, അതിന് പർട്ടിക്കുലർ ആയിട്ടൊരു സ്പെസിഫിക്കേഷൻ ഉണ്ടാവില്ലേ. അതുപോലെ തന്നെയാണ് ടൂളിനും ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ സിഗ്നേച്ചർ ഉണ്ട്. അപ്പം ടൂളിനെ എങ്ങനെ സിഗ്നിഫൈ ചെയ്യും, എങ്ങനെ അത് കറക്റ്റായിട്ട് പറയും എന്നുള്ളതാണ്. അതിന് പല സിസ്റ്റംസ് ഉണ്ട്. അതിൽ ഏറ്റവും വൈഡ്ലി യൂസ്ഡ് സിസ്റ്റംസ് ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. There are different systems used, but two mostly commonly used system എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ് അസോസിയേഷൻ സിസ്റ്റവും ഓർത്തോഗണൽ റേക്ക് സിസ്റ്റവുമാണ്. ഇതിൽ ഓർത്തോഗണൽ റേക്ക് സിസ്റ്റം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, അതിൽ വരുന്നില്ല. പക്ഷെ എന്താണ് ഓർത്തോഗണൽ സിസ്റ്റം എന്ന് അറിഞ്ഞിരിക്കണം. ഈ അമേരിക്കൻ സ്റ്റാൻഡേർഡ് അസോസിയേഷൻ സിസ്റ്റവും ഓർത്തോഗണൽ റേക്ക് സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മാത്രം അറിഞ്ഞിരിക്കണം. ഓക്കെ, അത് മാത്രം പറയാം. അമേരിക്കൻ സ്റ്റാൻഡേർഡ് അസോസിയേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്, അതായത് ASA എന്ന് പറയുന്ന സിസ്റ്റം, നമ്മളിപ്പം കണ്ട സിസ്റ്റം, അതായത് നമ്മളിപ്പം ഇത്ര നേരം പഠിച്ച ടൂൾ നോമൻക്ലേച്ചർ സിസ്റ്റം, അതിലെന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആംഗിൾ മെഷർ ചെയ്യുന്നത്, അതായത് സൈഡ് റേക്ക് ആംഗിൾ ആയിക്കോട്ടെ ബാക്ക് റേക്ക് ആംഗിൾ ആയിക്കോട്ടെ, ഏത് ആംഗിളും മെഷർ ചെയ്യുന്നത് ഒരു 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ പ്ലെയിൻ വെച്ചിട്ടാണ്, വിത്ത് റെസ്പെക്ട് വെച്ചിട്ടാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ ആ ഒരു ടൂൾ എടുത്ത് തന്നു കഴിഞ്ഞാൽ ആ ടൂളിനെ 3 പെർപെൻഡിക്കുലർ പ്ലെയിൻസ് വെച്ചിട്ട് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ആ പ്ലെയിന് കണക്കായിട്ടാണ് നമ്മൾ ആംഗിൾ പഠിക്കുന്നത്. ഇനി ഇത് ORS സിസ്റ്റം ആണെങ്കിൽ അങ്ങനെയല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ആ പ്രിൻസിപ്പൽ കട്ടിങ് എഡ്ജ് ഇല്ലേ, പ്രിൻസിപ്പൽ കട്ടിങ് എഡ്ജ് ഓർമ്മയില്ലേ, എല്ലാ ആംഗിളും ആ പ്രിൻസിപ്പൽ കട്ടിങ് എഡ്ജിനെ റെസ്പെക്ട് ചെയ്തിട്ട് പറയുന്നതാണെങ്കിലാണ് നമ്മൾ ഓർത്തോഗണൽ റേക്ക് സിസ്റ്റം എന്ന് പറയുന്നത്. അത് പ്രാക്ടിക്കൽ യൂസിനാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതെന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായിട്ടില്ലേ? ഡിഫറൻസ് മനസ്സിലായിട്ടില്ലേ? നമുക്കിപ്പോൾ പഠിക്കാൻ ASA സിസ്റ്റം മാത്രം മതി, നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചാലും മതി. ഓക്കെ ഓക്കെ അല്ലേ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ ASA ORS സിസ്റ്റത്തിൽ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനി ഡൗട്ട്? ഇല്ല. ഓക്കെ, ഏറ്റവും ലാസ്റ്റ് പറയാനുള്ളത് ഇതുകൂടി പറഞ്ഞാൽ നമുക്ക് നിർത്താം. ഒരു ASA സിസ്റ്റത്തിലെങ്കിൽ നമ്മൾ ഈ പറയുന്ന രീതിയിലാണ് ടൂള് ഡിഫൈൻ ചെയ്യുക. ആദ്യം പറയുക ബാക്ക് റേക്ക് ആംഗിൾ ആണ്, ദെൻ സൈഡ് റേക്ക് ആംഗിൾ, ദെൻ എൻഡ് റിലീഫ് ആംഗിൾ, സൈഡ് റിലീഫ് ആംഗിൾ, എൻഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ, സൈഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ, ആൻഡ് ദെൻ അറ്റ് ലാസ്റ്റ് നോസ് റേഡിയസ്. അപ്പോൾ നമ്മൾ 6 ആംഗിളും ഒരു നോസ് റേഡിയസും. ഈ ഓർഡർ അറിഞ്ഞിരിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഓർഡർ തന്നിട്ട് ഇത് ഏതൊക്കെ ആംഗിൾസ് എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റണം. താഴെയുള്ളത് 8, 14, 6, 6, 6, 15, 1/8 തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റണം. 8 എന്ന് പറഞ്ഞാൽ ബാക്ക് റേക്ക് ആംഗിൾ ആണ്, 14 എന്ന് പറഞ്ഞാൽ സൈഡ് റേക്ക് ആംഗിൾ ആണ്, ബാക്കി 3 6 വരുന്നത് എൻഡ് റിലീഫ്, സൈഡ് റിലീഫ് ആൻഡ് എൻഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ ആണ്. 15 എന്ന് കാണുന്നത് സൈഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ ആണ്. 1/8 എന്ന് പറഞ്ഞാൽ നോസ് റേഡിയസ് ആണ്. ഓക്കെ അല്ലേ? ഇനി ഇത് മറന്നു പോകാതിരിക്കാൻ വേറൊരു ഐഡിയ കൂടി പറഞ്ഞുതരാം. റേക്ക് ആംഗിൾ ആണ് സ്റ്റാർട്ട് ചെയ്യുക. റേക്ക്, റിലീഫ്, കട്ടിങ് എഡ്ജ്. ആദ്യം ബാക്ക് റേക്ക് ആംഗിൾ, സൈഡ് റേക്ക് ആംഗിൾ എഴുതുക. ബാക്ക് സൈഡ്, എൻഡ് സൈഡ്, എൻഡ് സൈഡ്. അതിനനുസരിച്ച് തന്നെ റേക്ക് ആംഗിൾ, റിലീഫ് ആംഗിൾ, കട്ടിങ് എഡ്ജ് ആംഗിൾ, അറ്റ് ലാസ്റ്റ് നോസ് റേഡിയസ്. ഓക്കെ അല്ലേ? ഈ ഓർഡർ എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമല്ലോ. അടുത്ത ക്ലാസ്സിന് ഞാൻ ചോദിക്കുമ്പോൾ ഈ ഓർഡർ എനിക്ക് പറഞ്ഞു തരണം.
ഓക്കെ, ഓക്കെ സാർ. ഓക്കെ സാർ. ശരി. ജസ്റ്റ് ഒന്ന് അറ്റൻഡൻസ് പറയോ? ഞാൻ ജസ്റ്റ് ഒന്ന് ആരൊക്കെ ഉള്ളതെന്ന് നോക്കാം. അദ്വൈതില്ലേ? ഉണ്ട്. അജയ് കൃഷ്ണ, അഖിൽ, സാർ. ആ, അക്ഷയ് കൃഷ്ണ. സാർ. അക്ഷയ് കൃഷ്ണ ടീ ഉണ്ടോ? ഓക്കെ. അക്ഷയ്, രാജീവ്, അമർ, ക്ലിൻറ്റ്, ദിൽജിത്ത്, ഗോകുൽ, ഓക്കെ ഓക്കെ, ജിഷ്ണു, ജോയൽ ഉണ്ട്, ജുനൈദ്, വിനോഷ്, സിനാൻ, നികേത്. ഇതിട്ടാ മതി, ചാറ്റ് ഇട്ടാ മതി കേട്ടോ. പ്രസന്റ്. ഓക്കെ, പ്രണവ്, ഋത്തിക്, എല്ലാരും ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, അങ്ങനെ പറഞ്ഞോ. യദുകൃഷ്ണൻ കെ ഉണ്ടോ? ഇപ്പൊ ഇപ്പൊ പോയതല്ലേ? ശരി ശരി, ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത താങ്ക് യു സാർ. ശരി.